ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ആ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. ഗൂഗിളിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ലെറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ലെറ്റർ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഫോണിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത് കയ്യിൽ എത്തിപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറേ പേര് ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്താ പറയുക കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടാണ് ഇതെവിടെ വരെ എത്തിയിട്ടുള്ളത്. തുടങ്ങിയ പറഞ്ഞു ഇതൊക്കെ ആര് കാണാനാണ്, വെറുതെ എങ്കിലും ടൈം വേസ്റ്റ് ചെയ്യാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ നല്ലതാണ്, എന്തായാലും ജോലിക്കൊന്നും പുറത്ത് കുഞ്ഞു മക്കളായതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, ഇതാകുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാം, നല്ലതാണ്, നിർത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ മോളുടെ വീഡിയോസ് വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ചാനൽ കൊണ്ടുപോയിരുന്നത്. എനിക്കിങ്ങനെ ഫേസ് റിവീൽ ചെയ്യാനുള്ളൊരു മടി കാരണം ഞാൻ മോളെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഡബ് സ്മാഷ് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവളെ വെച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവൾ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിട്ട് എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു കുറച്ച് പണി ഉണ്ടായിരുന്നത്. 4000 മണിക്കൂർ എന്നൊക്കെ അത്രയും നേരമൊക്കെ നമ്മളെ ചാനൽ ആരെങ്കിലും കാണും. ഇതൊന്നും നടപടിയാവണ കാര്യമല്ല. നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എല്ലാവരും പറഞ്ഞു നിർത്തണ്ട, ഏതായാലും ഇത്ര വരെ എത്തിച്ചില്ലേ, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചാനൽ അങ്ങനെ വ്യൂസ് ഒന്നുമില്ല, അത്ര റീച്ചുള്ള ചാനലൊന്നുമല്ല. അങ്ങനെ കുഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ചാനലായിരുന്നു. ഇതിപ്പോൾ അടുത്ത കാലത്തൊന്നും മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോഴാണ് ഏട്ടനൊരു മന്തി തിന്നാൻ മോഹം ഉണ്ടായത്. അങ്ങനെ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാൻ ഏതായാലും മന്തി വയ്ക്കല്ലേ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ 2-3 ദിവസത്തിന് അങ്ങനെ വലുതായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ ആയപ്പോൾ നല്ലോണം വ്യൂസ് ഇങ്ങനെ കയറി തുടങ്ങി. അങ്ങനെ ആ ലോങ് വീഡിയോയ്ക്ക് ഏകദേശം 3 ലക്ഷത്തിൻ്റെ പുറത്ത് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ എൻ്റെ ചാനൽ ഫുൾ മോണിറ്റൈസേഷനായി. മോണിറ്റൈസേഷൻ ആയ ആക്രാന്തത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം ഐഡി വെരിഫിക്കേഷൻ ഫെയിൽഡായി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അത് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വെരിഫിക്കേഷൻ ഫെയിൽഡ് കാണിച്ചിട്ടാ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കുറേ ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു, അവർക്കൊന്നും യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരാളുടെ നമ്പർ എടുത്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതൊന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ പേയ്മെൻറ്റ് വർക്കാണ്, അവർ മൊത്തത്തിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏട്ടനോട് ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യിക്കാം, അവരോട് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ സമ്മതം മൂളിയപ്പോൾ ഞാൻ അവരെ കൊണ്ട് പേയ്മെൻറ്റ് വർക്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടാകും. അങ്ങനെ ആ കടമ്പയും കടന്നിട്ടുണ്ട്. ഫൈനലി അങ്ങനെ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നത്. മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളും വർക്കുകളും എല്ലാം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കലും എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് ചാനൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ കേട്ടോ. കാരണം എന്നെപ്പോലുള്ള ഒരാൾക്ക് തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ഫോൺ തന്നെ 4 പ്രാവശ്യം എൻ്റെ മക്കളുടെ കുറുമ്പ് കാരണം ഡിസ്പ്ലേ പോയിട്ട് റെഡിയാക്കിയ ഫോണിലാണ് ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഏണിങ്സൊക്കെ കിട്ടി തുടങ്ങിയ ഫോണൊക്കെ മാറ്റാമല്ലോ. ഇപ്പം അങ്ങനെ ഒന്ന് നോക്കി വെക്കാം, എന്താണ് അവസ്ഥ നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ പോലില്ലാത്ത ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. നമ്മളൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇടൽ തുടങ്ങിയപ്പോൾ എല്ലാവരും പറയും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. പറയുന്നവരവരെ പറയട്ടെ, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ വേണ്ടാത്ത രീതിക്കൊന്നും ചെയ്യാണ്ട് നമ്മുടേതായ രീതിക്ക് നമുക്ക് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ സ്വീകരിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂട്യൂബ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്നെപ്പോലെ
തന്നെ ഉള്ള ഒരാൾ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവാൻ യൂട്യൂബിലാവാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ. കളിയാക്കുന്നവരും പലതും പറയും, പലരും പലതും പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കും. പറയുന്നവരവിടെ ഒരു സൈഡിലൂടെ അങ്ങനെ പറഞ്ഞു പോയിക്കോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ഓരോ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്താൽ എന്തെങ്കിലും നമുക്ക് ആവാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓൺ വോയിസിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. യൂട്യൂബിൽ നിന്ന് എനിക്കങ്ങനെ പിൻ ലെറ്റർ വന്നിട്ട് ആക്രാന്തത്തിൽ ഞാനൊക്കെ പൊട്ടിച്ച് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഒരു 6 ഡിജിറ്റുള്ള നമ്പറാണ് ഇത് ഉള്ളത്. പിന്നെ ഇത് ചെയ്യേണ്ട രീതികൾ ഒക്കെ അതിൽ പറയുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഇതിലില്ല. നമ്മൾ ID വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ അയക്കുന്നതാണ്. പക്ഷേ ഇതിന് എന്താ പറയുക, അത്രയും വാല്യൂ ഉണ്ട്. ഇത് കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് വരെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ് ഇത് കിട്ടിയിട്ട്, 2 ആഴ്ചയോളൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്താ പറയുക, വീഡിയോ എടുക്കാനുള്ളൊരു പ്രിപ്പറേഷൻ എനിക്കില്ലായിരുന്നു. ഇതിലും വലുതായിട്ടുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നാമത് ഫോണിൻ്റെ പ്രശ്നം, രണ്ടാമത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, മൈക്കില്ലാത്തതിൻ്റെ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നിങ്ങളാൾക്ക് ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.